ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ഇല വെച്ചോ അല്ലെങ്കിൽ മൈലാഞ്ചി പൊടി വെച്ചോ നമുക്ക് സ്ഥിരമായി നമ്മുടെ മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി നരച്ച് തുടങ്ങുന്നുണ്ട്. ചില ആൾക്കാർക്ക് മാത്രം അതിന് മുന്നേ നരക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായാലും നമ്മൾ ഇതുപോലുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നര കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഡൈ ഉണ്ടാക്കാൻ ആദ്യം വേണ്ട കടുകാണ്. 2 ടേബിൾ സ്പൂൺ കടുകും ഒരു പിടി മൈലാഞ്ചി ഇലയും കൂടി ഞാനിതവിടെ വറുത്തെടുക്കുന്നുണ്ട്. ഇത് നന്നായി തന്നെ ഇല നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ഉണക്കി വെച്ചതാണ്. നമ്മൾ വെയിലത്ത് വെച്ച് ഒരിക്കലും ഉണക്കിയെടുക്കരുത്. ഷെയ്ഡിൽ വെച്ച് വേണം നമ്മളിത് ഉണക്കിയെടുക്കാൻ. പച്ച ഇലയാണെങ്കിൽ മൈലാഞ്ചി ഇലയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടി തുടങ്ങുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഓഫ് ചെയ്തതിന് ശേഷം ഇതേ ചൂടിൽ നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ നല്ല കളർ വരുന്ന വരെ ഇതേപോലെ വറുത്തെടുക്കണം. പെട്ടെന്ന് കരിയരുത് കേട്ടോ. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ടീ ഡിക്കോഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളത്തിൽ 3 സ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ്. ഇപ്പോൾ ഇതാ പൊടിയൊക്കെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ചെറിയ തരി ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കണം. അതിന് വേണ്ടി അരിച്ചെടുക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മളെ ഡൈ മുടിയിൽ നന്നായി പിടിക്കുള്ളൂ കേട്ടോ. ഈ അരിച്ച് ബാക്കിയുള്ള പൊടി നിങ്ങൾ കളയരുത് കേട്ടോ. ഇത് നമ്മുടെ മുടിയിൽ തേക്കുന്ന എണ്ണ ഉണ്ടാവുമല്ലോ, നമ്മൾ അതിലിട്ട് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ആ എണ്ണയിൽ നല്ല കളറ് വരും. നമുക്ക് മുടിക്ക് തേക്കുമ്പോൾ ആ ഗുണം കിട്ടും. അതുകൊണ്ട് അത് കളയാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഇല ഇല്ലെങ്കിൽ വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. നമ്മൾ അവസാനം ഇതിൽ ഹെന്ന പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൗഡറും പിന്നെ 1 ടേബിൾ സ്പൂൺ ശിക്കാക്കായി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ശിക്കാക്കായി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ല ക്ലീൻ ആവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഷാമ്പൂ ഒന്നും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കരുത്. ഇത് മാത്രം ചേർത്ത് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ മുടി നല്ല ക്ലീൻ ആവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത പൗഡറും 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന പൗഡർ. അതേ അളവിലാണ് ഹെന്ന പൗഡർ മിക്സ് ചെയ്യേണ്ടത്. ഇനി ഈ ടീ ഡിക്കോഷൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് നമ്മൾ പിറ്റേ ദിവസമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കാരണം പലർക്കും ഈ ഹെന്ന പൗഡർ ഇതേപോലെ മിക്സ് ചെയ്ത് ചേർക്കുമ്പം കളർ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഹെയർ പാക്കാണിത്. ഇതിൽ നമ്മൾ നീലാമരി പൗഡർ ഒന്നും ചേർക്കുന്നില്ല. അത് അലർജി ഉള്ളവർക്ക് കൂടി ഇത് പരീക്ഷിച്ച് നോക്കാം. നീലാമരി അലർജി ഇല്ലാത്തവർക്ക് നമ്മൾ മൈലാഞ്ചി ഇല ചേർത്ത് കൊടുത്തിരുന്നല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ 1 പിടി നീലാമരി ഇല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലും നല്ല കളറ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. പിറ്റേ ദിവസമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നമ്മളിത് ചെയ്യുന്നതിന് തലേ ദിവസം തന്നെ നന്നായി ഷാമ്പു വാഷ് ചെയ്ത് മുടിയിൽ എണ്ണ തീരെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇത് പിറ്റേ ദിവസം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെസ്കഫെ ആണ്. നെസ്കഫെ 1 സ്പൂൺ നെസ്കഫെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരിക്കലും ഒഴിവാക്കരുത്. ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഹെന്ന മിക്സിന് നല്ല കളർ കിട്ടും. പിന്നെ 1 സ്പൂൺ ബീറ്റ്റൂട്ട് അരച്ചതാണ്. ഞാനിത് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അല്ല ഓരോ പ്രാവശ്യം നമ്മൾ അരയ്ക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നീരിറക്കമുള്ളവർക്ക് ഞാൻ ഇതിൽ ഒരു ടിപ്പ് കാണിച്ചു തരുന്നുണ്ട്. ഇത് നിങ്ങൾ നിർബന്ധമായി ചേർത്ത് കൊടുക്കണം. നീരിറക്കം ഉണ്ടെങ്കിൽ ഇതാ 2 കർപ്പൂരമാണ് ഞാനിതിൽ പൊടിച്ച് ചേർക്കുന്നുള്ളത്. ഇത് ചേർത്ത് കൊടുത്താൽ നമുക്ക് നീരിറക്കം വരില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് സ്ഥിരമായി ഇപ്പോൾ ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് 2 മണിക്കൂർ സമയം മുടിയിൽ അപ്ലൈ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ പലർക്കും നീരിറക്കം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്താൽ തീരെ ഉണ്ടാവുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മൾ ഈ നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി ഇതുപോലെ നര വരുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കുറച്ച് നര കാണാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് ഒരാഴ്ചയിൽ 1 പ്രാവശ്യം ഇതുപോലെ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ മതി. ഫുള്ളായി ഒന്നും ഇടണ്ട. ഈ നരയുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മാസത്തിൽ 1 പ്രാവശ്യം ഫുള്ളായി ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ മുടിയിൽ ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇടണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നെറ്റിയിലൊക്കെ നമ്മൾ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ പുരട്ടി കൊടുക്കണം കേട്ടോ. കാരണം എന്ത് വന്നാലും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നെറ്റിയിൽ കറുപ്പ് കളർ വരും.
അത് നമ്മുടെ ഈ ഡൈ ഇറങ്ങിയിട്ടാണ് കേട്ടോ. നമ്മൾ എന്ത് നാച്ചുറൽ ഡൈ ആണെങ്കിലും ചിലപ്പോൾ കുറേ കാലം ഉപയോഗിക്കുമ്പോൾ ചിലവർക്ക് അതുപോലെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ മുടിയിലിട്ട് കഴിഞ്ഞിട്ട്. ഇനി നമുക്കിത് കുളിച്ചതിന് ശേഷമുള്ള റിസൾട്ട് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഒരിക്കലും ഡ്രൈ ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നല്ല നനവ് തന്നെ ഉണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് കവർ ഇട്ടത് കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ കുളിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും ഇത് കറുത്തിട്ടില്ല മുടിയെന്ന്. പക്ഷേ ഇപ്പോഴല്ല നോക്കേണ്ടത്, നമ്മൾക്ക് കുറച്ചിതാ ഉണങ്ങി കഴിയുമ്പോൾ ഉള്ള റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി കളർ വന്നിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം ഉള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ദിവസം കഴിയുമ്പോഴാണ് നമ്മളെ മുടി നല്ല കറുപ്പ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഷാമ്പു വാഷ് പാടുള്ളൂ എന്ന് പറയുന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ടല്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എൻ്റെ മുടി പിറ്റേ ദിവസം ഞാൻ കുളി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചതാ, പിറ്റേ ദിവസം വൈകിട്ടാണ് ഇതുപോലെ നല്ല കളർ വന്നിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം എടുക്കും നമ്മുടെ മുടി കറുപ്പ് കളർ വരാൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.